വിഭജന പ്രശ്നമായത് തീർച്ചയായിട്ടും ഉയർന്നു വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതോടൊപ്പം മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയം, കേരളത്തിലെ എല്ലാ രാജ്യത്തിലും തന്നെ ന്യൂനപക്ഷ രാഷ്ട്രീയം ചില അപകടകരമായ രീതികളിലേക്ക് മാറിപ്പോകുന്നു എന്ന് സംശയിക്കുന്ന ഒരു പ്രത്യേക ദശാസന്ധിയിൽ വെച്ചിട്ടാണ് പാണക്കാട് തങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് മുസ്ലിം സമുദായ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ആ മുസ്ലിം സമുദായ രാഷ്ട്രീയം പൊതുരാഷ്ട്രീയവുമായി ഇടപെടുന്ന രീതികളെ സംബന്ധിച്ചും വളരെ നിർണായകമായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ പാണക്കാടുടെ തങ്ങളുടെ സ്മരണയോട് ചെയ്യാവുന്ന കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യയിലെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിലും ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്ദി പ്രകടനം എന്ന് തന്നെ നാം പ്രഖ്യാപിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളെ എങ്ങനെ ഈ നേതൃപരമായ ഇസ്ലാമിനെ നേരിടും? സമുദായ രാഷ്ട്രീയവും പൊതുരാഷ്ട്രീയവും മുഖ്യധാരാ രാഷ്ട്രീയവും തമ്മിലുള്ള ഈ ഇടപെടലുകളെ സമരസപ്പെടുത്താനും ആരോഗ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആരുണ്ട് എന്നുള്ളതായിരിക്കും പൊതുരാഷ്ട്രീയം കേരളത്തിലും വിശിഷ്ട ന്യൂനപക്ഷ രാഷ്ട്രീയം രാജ്യത്തിൽ നേരിടുന്ന ഒരു പ്രതിസന്ധി. ഇദ്ദേഹത്തിന്റെ മരണം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി അതുതന്നെയായിരിക്കും. അതാണ് ഈ രണ്ട് രീതിയിൽ ഈ തങ്ങളുടെ വേർപാടിനെ നമ്മൾ വിലയിരുത്തേണ്ടി വരും. പ്രായോഗിക രാഷ്ട്രീയത്തിലെ മികവുറ്റ നേതാവ്, അതോടൊപ്പം തന്നെ ഒരു ആത്മീയ ആചാര്യൻ എന്നുള്ള ഒരു പ്രതീതിയും അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. എങ്ങനെ ഇത് പ്രായോഗികമായി അദ്ദേഹം നിലനിർത്തിക്കൊണ്ടുപോയി? എന്തായിരുന്നു അക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കഴിവ്? കാരണം ഇത് ഇതിന്റെ ഒരു ചരിത്രപരമായി പശ്ചാത്തലത്തിൽ വിലയിരുത്തി കഴിഞ്ഞാൽ 975 ശേഷമാണ് 975 അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. അതൊരു തുടർച്ചയായിരുന്നു. എന്ന് പറയുന്നത് വാസക്കി തങ്ങളുടെയും അദ്ദേഹത്തിന്റെ അച്ഛൻ കുപ്പായ തങ്ങളുടെയും ഒരു തുടർച്ച പാണക്കാട് സംശയങ്ങളില്ലാത്ത തുടർച്ചയായിരുന്നു. സംശയങ്ങളില്ലാത്ത തുടർച്ച എന്ന് പറയുമ്പോൾ തന്നെ ആ പാരമ്പര്യത്തോടെ ഇത്രയധികം നീതി പുലർത്തിയ ഒരു രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാകാൻ ഈ ഇടയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതാണ് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ സമസ്യകളെ പരിഹരിക്കുന്നതിന് ഇദ്ദേഹം എക്കാലവും ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഈ മൂല്യബോധത്തില് അധിഷ്ഠിതമായ മതവിജ്ഞാനത്തിൽ അധിഷ്ഠിതമായ ഒരു സമീപനമായിരുന്നു പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങളിലും അദ്ദേഹം കൈക്കൊണ്ടിരുന്നത്. അതായിരുന്നു മുസ്ലിം ലീഗിന് കൊടുത്തിരുന്ന. അങ്ങനെ തന്നെയാണ് പാണക്കാട് ശാസ്ത്രങ്ങളെ. അദ്ദേഹത്തിന്റെ മരണം മുസ്ലിം ലീഗിനോ മുസ്ലിം സമുദായത്തിനോ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനവിഭാഗത്തിനും ഒരു തീരാ നഷ്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. രാഷ്ട്രീയമായി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പുലർത്തിയിരുന്നപ്പോഴും വ്യക്തിപരമായി ഞാൻ വളരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള നേതാവാണ് ശ്രീ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തെ ആദ്യമായി ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹം പ്രസിഡന്റായിട്ടുള്ള പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജില് ഞാൻ മതരംഗത്തെ ഉപരിപഠനത്തിന് വേണ്ടി പോകുമ്പോഴായിരുന്നു. പിന്നെ ഇത്തവണ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കുകയും അദ്ദേഹവുമായി വ്യക്തിപരമായ വളരെ അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്തത്. ഏറ്റവും അവസാനം ഹജ്ജ് ഓഫീസിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നടന്നപ്പോഴും അതിനുശേഷം അദ്ദേഹം കഴിഞ്ഞ് ശതാബ്ദങ്ങൾ മരണപ്പെട്ട അതിനുശേഷം അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചപ്പോൾ ശതാബ്ദങ്ങളെ കണ്ടിരുന്നു, അദ്ദേഹവുമായി സംസാരിച്ചു. നേരിട്ട് കാണുമ്പോഴൊക്കെ അദ്ദേഹം വളരെ സൗഹൃദപൂർവ്വം സന്തോഷപൂർവ്വമാണ് പെരുമാറിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വിയോഗം ഒരു വളരെ ഹൃദയവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ശ്രീ അബ്ദുൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള സംഭവത്തിൽ വലിയൊരു മുസ്ലിം വികാരത്തെ തടഞ്ഞു നിർത്താൻ സഹിഷ്ണുതയോടെ നേരിടാൻ ആ സംഭവത്തെ പാണക്കാട് വിജയിച്ചു എന്ന് തന്നെ കരുതാം. എന്തായിരുന്നു അക്കാലത്ത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്? ബാബരി മസ്ജിദ് തകർച്ചയുടെ ഘട്ടത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ വേളകളിലും വളരെ ശാന്തതയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുകയും അദ്ദേഹം വളരെ മനുഷ്യരുടെ ഇടയിൽ കൂടുതൽ സൗഹൃദം നിലനിർത്തുന്നതിനാവശ്യമായ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തുകയും ചെയ്ത ആളാണ് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. Yes, Muhammad Tandal was a very respectable person in whole of the Kerala, not only in whole of the Kerala but in whole of the country, and he was a well-known figure in many other countries. And he has lost a scholar, a Islamic scholar in the name of Mr. Tandal. He has lost a true
restoration of the Babri Masjid. And he was a spiritual leader. And he was not only, he was, of course, he was the leader of Muslim League for the 4 years. He was the president of that party. But he was a very respectable personality among the whole of the caste. And we have lost a very eminent personality. ഒരു താരതമ്യവും കണ്ടെത്താനാവാത്ത ശൈലിയാൽ രാഷ്ട്രീയത്തിലും വ്യക്തിജീവിതത്തിലും ആദരണീയനായ നേതാവാണ് കടന്നു പോകുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. ഒരു സമുദായത്തിന്റെ ആത്മീയ നേതാവും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സാരഥിയുമായിരുന്നത് മതകക്ഷിഭേദമന്യേ മലയാളി സമൂഹം ആദരവോടെ ഹൃദയത്തിൽ സ്വീകരിച്ച വ്യക്തിത്വമാണ് കടന്നുപോകുന്നത്. മതമൈത്രിക്കും ദേശീയ മഹത്തായ സംഭാവനകൾ നൽകിയ ഒരു സമുദായത്തിന്റെ ആത്മീയ നേതാവും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സാരഥിയുമായിരുന്നത് മതകക്ഷി ഭേദമന്യേ മലയാളി സമൂഹം ആദരവോടെ ഹൃദയത്തിൽ സ്വീകരിച്ച വ്യക്തിത്വമാണ് കടന്നുപോകുന്നത്. മതമൈത്രിക്കും ദേശീയോദ്ഗ്രഥനത്തിനും മഹത്തായ സംഭാവനകൾ നൽകിയ കേരളീയൻ. 1936 മെയ് 4 ജനനം. പിതാവ് PMS പൂക്കോയ തങ്ങൾ, മാതാവ് അലടിയ കുഞ്ഞിദേവി. പാണക്കാട് DMRT സ്കൂൾ, കോഴിക്കോട് MM ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം. പ്രശസ്ത ദർസുകളിൽ മതപഠനം. 1958 ഈജിപ്തിലെ പുരാതന പ്രസിദ്ധമായ അൽ അസ്ഹർ സർവകലാശാലയിൽ ചേർന്നു. 3 വർഷത്തെ പഠനത്തിന് ശേഷം ഇസ്ലാമിക വിജ്ഞാനീയത്തിൽ ഉന്നത ബിരുദം. 1961 മുതൽ 66 വരെ കേരള യൂണിവേഴ്സിറ്റിയിൽ ചരിത്ര ഗവേഷണവും അറബ് സാഹിത്യത്തിൽ മാസ്റ്റർ ബിരുദവും. 1975 സെപ്റ്റംബർ 1 മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റത്. 3 പതിറ്റാണ്ടിന് ശേഷവും പ്രസിഡന്റ് പദവിയിലേക്ക് മറ്റൊരു പേര് മുസ്ലിം ലീഗ് ആലോചിച്ചിട്ടില്ല. എന്നും അധികാരത്തിൽ നിന്ന് അകന്നുനിന്ന രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. കേരളം അദ്ദേഹത്തിന്റെ സംഭാവന ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുക ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട വേളയിലാണ്. സമുദായ അന്തരീക്ഷം പ്രക്ഷുബ്ധമായ ആഘാതത്തിൽ ആത്മസംയമനത്തിന് ആഹ്വാനം ചെയ്ത് കേരളത്തെ വർഗീയാഗ്നിയിൽ നിന്ന് രക്ഷിച്ചു നിർത്തിയ ജനനായകനാണ് അദ്ദേഹം. ശാന്തി സമാധാന യജ്ഞങ്ങൾ ജീവിത ദൗത്യമായി ഏറ്റെടുത്ത പൊതുപ്രവർത്തകൻ എന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും എതിരില്ലാതെ സമ്മതിക്കും. പാണക്കാട് വ്യവസായി മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നിര്യാണത്തിൽ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ പാണക്കാട് രാവിലെ തന്നെ